ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് ക്രിസ്മസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ലെമൺ കേക്കിൻ്റെ റെസിപ്പി ആയാലോ ഇന്നത്തെ ദിവസം. അപ്പോൾ അതിനാദ്യം തന്നെ കുറച്ച് ലെമണും അതുപോലെ തന്നെ ലെമൺ ജ്യൂസും എടുക്കുക. ഈ ലെമണിൻ്റെ തൊണ്ട് നമ്മളിതുപോലെ പീൽ ചെയ്താണ് എടുക്കേണ്ടത്. പിന്നെ എഗ് യോക്ക് ഇതുപോലെ സെപ്പറേറ്റ് ആക്കി വെക്കുക. അതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിക്കുക. ഈ എഗ്ഗിൻ്റെ വൈറ്റും സെപ്പറേറ്റ് ആക്കി മാറ്റി വെക്കുക. ഇനി നമ്മളിത് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിന് നമ്മളിവിടെ ഒരു ബീറ്റിംഗ് മെഷീനാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള ഓർഡേഴ്സ് വരുമ്പോൾ നമുക്ക് ബീറ്റിംഗ് മെഷീനിലിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സിംപ്ലറായിരിക്കും. ഇനി നമ്മളിതിലേക്ക് ആവശ്യമായ ബാക്കി ഇൻഗ്രീഡിയൻസിനെ പറ്റിയാണ് പറയുന്നത്. ആദ്യമേ തന്നെ കുറച്ച് ഗ്രാനുലേറ്റഡ് ഷുഗർ എടുക്കുക. അതൊരു ബൗളിലിട്ട് മാറ്റി വെക്കുക. ഇനി വേണ്ടത് മൈദയാണ്. അതിങ്ങനെ ഒരു അരിപ്പയിലിട്ടിട്ട് നന്നായിട്ട് സീവ് ചെയ്തെടുക്കുക. അടുത്തായിട്ടൊരു ബൗളിലേക്ക് കുറച്ച് കേർഡ് ഒഴിച്ച് അത് മാറ്റി വെക്കുക. ഇനി അതുപോലെ തന്നെ നമുക്ക് ഫ്രഷ് ക്രീമും ആവശ്യമായിട്ടുണ്ട്. ഇനി നമ്മൾ കേക്കിൻ്റെ മിക്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് ആദ്യമേ തന്നെ മിക്സ് ചെയ്യേണ്ട ബൗൾ എടുക്കുക. അതിലേക്ക് ആവശ്യമായ ബട്ടർ ഇടുക. ബട്ടർ ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രാനുലേറ്റഡ് ഷുഗർ കുറച്ചായിട്ട് ഇട്ട് അതും ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ബീറ്റ് ചെയ്ത് നല്ല ഇതായിട്ട് വരുമ്പോൾ അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വാനില എസൻസ് ഇട്ട എഗ് യോക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലെമണിൻ്റെ തൊണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ അകത്തേക്ക് കേർഡ് ഒഴിക്കുക. അതുപോലെ തന്നെ ഫ്രഷ് ക്രീമും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഈ മിക്സിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടേണ്ട ആവശ്യമുണ്ട്. എന്നിട്ട് അതും നല്ലതായിട്ട് മെഷീൻ ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മൈദയിൽ നിന്ന് കുറച്ചായിട്ട് ഇട്ടിട്ട് അതും ഒരുമിച്ച് ബീറ്റ് ചെയ്യുക. ഇനി ഇതെല്ലാം കൂടെ നല്ലൊരു സിംഗിൾ മിക്സായി വരുമ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ എഗ് വൈറ്റ് എടുത്ത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. കട്ടകളൊന്നും പാടില്ല, നല്ലതായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് ഇടേണ്ട ട്രേയിലേക്ക് മാറ്റുക. എന്നിട്ട് ട്രേയിൽ നമ്മൾ ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഇത് 2 ലെയറായിട്ട് വെക്കാൻ 2 ട്രേയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇത് ഓവനിൽ വെച്ച് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നു. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. 2 ഡിഫറെൻറ്റ് ട്രേയിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇനി ഈ കേക്കിനെ ഭംഗിയാക്കാൻ വേണ്ടി നമ്മൾ ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കണം. ഇവിടെ നമ്മൾ ബട്ടർ ഐസിങ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ബട്ടറും അതുപോലെ തന്നെ ഐസിങ് ഷുഗറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ അകത്തേക്ക് ഫ്രഷ് ക്രീമും ഇടുക. എന്നിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തിരിച്ചിരിക്കുന്ന ലെമൺ ജ്യൂസും കുറച്ചിടുക. അതും ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ നല്ലൊരു ക്രീം റെഡിയാക്കി എടുക്കുക. ഇനി നമ്മൾ നേരത്തെ ബേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ എടുക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഐസിങ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ട ഡിസൈൻസ് എല്ലാം ഈ കേക്കിൽ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡ് ലെയറും അതിലേക്ക് എടുത്ത് വെച്ച് ബാക്കി ഡിസൈൻസും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ഒരു റെഡ് വൈറ്റ് ഫ്രോസ്റ്റിങ്ങിൻ്റെ മിക്സാണ് നമ്മൾ ഡിസൈനായിട്ട് യൂസ് ചെയ്യുന്നത്. സ്ട്രൈപ്സ് പോലെയാണ് കേട്ടോ നമ്മളിവിടെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓർഡർ തന്ന കമ്പനിയുടെ ഒരു ലോഗോയും അതുപോലെ തന്നെ മെറി ക്രിസ്മസ് എന്ന് എഴുതിയിരിക്കുന്നതും ഒരു എഡിബിൾ ഷീറ്റിൽ പ്രിൻ്റ് എടുത്ത് നമ്മൾ കേക്കിൻ്റെ ടോപ്പ് പോർഷനിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കേക്കിൻ്റെ സൈഡിലുമൊക്കെ നമുക്ക് വേണ്ട ഡിസൈൻസ് എല്ലാം ആ ഫ്രോസ്റ്റിങ്ങിൽ ചെയ്ത് നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ കേക്കാണ് നമ്മളിന്നിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.